മസ്താനി ഗ്രൂപ്പ് അതിനകത്ത് മസ്താനി ഒരു പ്രസ്താവന നടത്തി, ശരത്തിനെ കൊണ്ട് എന്നെ തല്ലിക്കണം, ഒരു സ്റ്റേറ്റ്മെന്റ് എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട്, എന്നെ തല്ലിക്കണം. സാബുമാൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് പറയുന്നത്, എടാ നീ പോയി പറയേ ചേട്ടാ അവളെ അടിക്ക്, ചേട്ടനെ അടിച്ചിട്ട് പുറത്തിറങ്ങിയ രാജാവായിരിക്കുമെന്ന്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാം, മസ്താനിയുടെ മാനസികാവസ്ഥ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് എന്ത് ചെയ്തിട്ടും അയാളെ പുറത്താക്കണം, അത് ഗെയിം എന്നാണ് പറയുന്നത് മസ്താനി. ഞാൻ അതിനെ ഒരിക്കലും ഗെയിമായിട്ട് കാണുന്നില്ല, അത്തരം ചിന്താഗതിയാ ഞാൻ കാണുന്നത്. ഇവന് ഞാനായിട്ട് എന്തായാലും ഒരു റിലേഷൻഷിപ്പ് വെക്കണം, എന്നിട്ട് ഇവൻ എന്നെ അബ്യൂസ് ചെയ്തെന്ന് പരാതി കൊടുക്കണം. അതേപോലെ സെയിം ഞാൻ പറഞ്ഞുതരാം. ഒരാളെ അവിടെ ഗെയിമറായിട്ട് പ്രൊവോക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഈ പ്രൊവോക്കേഷൻ തൊട്ട് മുമ്പത്തെ സീസണിലാണെങ്കിൽ പോലും സിജോ റോക്കി വിഷയങ്ങൾ എന്താണ്ടായി അടിക്കുക എന്നുള്ള സാധനം പറഞ്ഞു. അല്ലാതെ വേറെ അബ്യൂസ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് ഞാൻ പരാതിപ്പെടുന്നു, എന്നെ ടച്ച് ചെയ്തതിന്റെ പേരിൽ ഞാൻ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കുമെന്നല്ല പറയുന്നത്. എന്നെ തല്ലിച്ചിട്ട് എന്നെ അടിച്ചിട്ട് പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മസ്താനയുടെ തിങ്കിങ് അത്തരത്തിലുള്ള സ്ത്രീകളാണ് ഇവിടുത്തെ മുത്ത സ്ത്രീകളെ അവിടെ പറയാൻ പറ്റില്ല. കാരണം അവിടെ എന്റെ ചിന്തയില് എന്റെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ വ്യക്തിപരം മാത്രമല്ല, ഞാൻ ഇട്ടിരിക്കുന്ന പോസ്റ്റിന്റെ അടിയിൽ എത്രമാത്രം അമ്മമാരും ആളുകളുമാണ് വന്ന് അതായത് ഇവിടെ വരുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗെയിമർ ആയിട്ടുള്ള പല രീതിയിലും പ്രൊവോക്ക് ചെയ്യുന്നതിൽ നമ്മൾ വീഴാതിരിക്കാന്നുള്ള സാധനമാണ് അല്ലെ. ഞാൻ പറയട്ടെ, ചുമ്മാതിരുന്ന രേണു സുധീനെ പോയിട്ട് ചൊറിഞ്ഞ്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ, ചുമ്മാതിരുന്ന അക്ബറിനെ പോയി ചൊറിഞ്ഞ്, ശരത്തിനെ പോയി ചൊറിഞ്ഞ്, റെനേനെ പോയി ചൊറിഞ്ഞ്, ഞാൻ അവൾ ആ ഗെയിമിനെ ഒന്നും ഞാൻ വിലയിരുത്തിയില്ലേ. ഞാൻ പറഞ്ഞത് അവളുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, അവൾ ഇത് ഗെയിമായിട്ട് കാണാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഈ ഒരു വിഷയം മാത്രം, റെനയുടെ പുറത്തുള്ള ബോയ് ഫ്രണ്ടിന്റെ വിഷയങ്ങൾ സംസാരിച്ചു, ഇതൊന്നും പാടില്ലാത്തതാണ്. പക്ഷെ അത് ഗെയിം എനിക്ക് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ചൊറിയണമെന്നുണ്ടെങ്കിലും മാന്നിടണമെന്നുണ്ടെങ്കിലും ഈ സാധനങ്ങളൊക്കെ ഇട്ടാലേ പറ്റത്തുള്ളൂ. അതിനൊക്കെ ഞാനാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ വെളിയിലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ സംസാരിക്കും. പക്ഷെ ഇവള് ചിന്തിച്ച് പറയാണ്, നീ ഇങ്ങനെ ചെയ്യിക്കടാ, എന്നെ അങ്ങനെ ചെയ്യിക്കണം, എന്നിട്ട് അവൻ ഇവിടെ നിന്ന് പുറത്താക്കണം.